ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അലീന രോഹിയും കൂട്ടി ശരണയുടെ വീട്ടിലേക്ക് പോട്ടെ എന്ന് ബാലചന്ദ്രൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ അവർ പ്രശ്നം ഉണ്ടാക്കില്ലേ, ആ നാട്ടുകാരെന്തെങ്കിലും പറയില്ലേ, അതിന് എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റുമോ ആ പ്രശ്നങ്ങളൊക്കെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ എന്നെ ഇത്രയും വിശ്വാസമില്ലേ, ഞാൻ നോക്കിക്കൊള്ളാം എന്ന് അലീന പറയുന്നുണ്ട്. ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് എന്താണ് നിൻ്റെ ഉദ്ദേശം? നീ ഇവിടെ നിന്ന് 2-3 തവണയായി പോകണം എന്ന് പറയുന്ന വാക്ക് ഞാൻ കേൾക്കുന്നു. എന്താണ്? അതിനെക്കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യം നീ ശരണയുടെ വീട്ടിൽ പോയിട്ട് വാ, എന്നിട്ട് നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്ക് എന്നെക്കൊണ്ടാവുന്ന പോലെയുള്ള എല്ലാ കാര്യങ്ങളും ഈ വീട്ടിൽ ചെയ്യണമെന്നാണ് എൻ്റെ ഉദ്ദേശം, വേറെ ഒന്നുമില്ല അച്ഛാ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ശരണയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ശരണയുടെ വീട്ടിൽ പോകുമ്പോൾ അവിടെ എല്ലാവരും ഉണ്ട്, എല്ലാവരും കാണുന്നു, എല്ലാവരും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അലീന രോഹിത്തിന്. ഏട്ടനെയും അനിയനെയും അച്ഛനെയും അമ്മയും എല്ലാം പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. രോഹി ശരണയുടെ കൈ പിടിച്ച് മാപ്പ് ചോദിക്കുന്നുണ്ട്. ക്ഷമിക്കണം, ഞാൻ അവരുടെ കൂടെ കൂടാൻ പാടില്ലായിരുന്നു, അങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു, പറ്റിപ്പോയതാണ്, ഞാൻ അവരുടെ ഇടയിൽ പെട്ടുപോയതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സാരമില്ല, അതെനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് ശരണയും പറയുന്നുണ്ട്, ശരണയുടെ അച്ഛനും പറയുന്നുണ്ട്. ശരണ്യ അലീനയെ വിളിച്ച് ഉള്ളിലേക്ക് പോവുകയാണ്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചേച്ചിയുടെ അടുത്ത് സംസാരിക്കാനുണ്ട്, ചേച്ചി വാ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. രോഹിയെ പുറത്തിരുത്തിയിട്ടാണ് പോകുന്നത്. എന്നിട്ട് അവരെ അകത്ത് വിളിച്ച് എല്ലാവരും അവൻ്റെ അടുത്ത് നല്ല കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. അങ്ങനെ അവന് ചായയും സ്നാക്സും എല്ലാം കൊടുത്ത് അവർ നല്ലൊരു സ്നേഹത്തോടെ പെരുമാറി രോഹിയുടെ അടുത്ത്. അത് കഴിഞ്ഞത് അലീന പറയുന്നുണ്ട്, ഞാൻ നിൽക്കുന്ന വീട്ടിൽ വേലക്കാരിയാണ്, അപ്പോൾ ഞാൻ എൻ്റെ ജോലി കഴിഞ്ഞു, ഞാൻ അവിടെ നിന്ന് പോവുകയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ആകെ അത് കേട്ടതും വിഷമമായി. അപ്പോൾ അലീന പറയുന്നുണ്ട്, ആരും വിഷമിക്കണ്ട, എനിക്ക് ഇനി അവിടെ നിൽക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ്, നിങ്ങൾക്കുള്ള എല്ലാ സഹായങ്ങളും രോഹി ചെയ്തു തരും, അതിനെക്കുറിച്ചൊന്നും പേടിക്കണ്ട, ശരണയ്ക്ക് ഇനിയും പഠിക്കണമെന്നാണ് ആഗ്രഹം, അപ്പോൾ ഞാൻ പഠിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിനുള്ള എല്ലാ ചിലവും ഞാൻ നോക്കിക്കോളാം എന്ന് അലീന പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അവർ നേരെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ കൃഷ്ണ മോംബൈക്ക് ഇരിക്കുന്നുണ്ട്. അലീന ചേച്ചി എവിടേക്കെങ്കിലും പോകുമ്പോൾ എൻ്റെ അടുത്ത് പറയുന്നില്ല, ആരും ഇല്ലാത്ത സമയത്ത് ഞാൻ മാത്രമേ അലീന ചേച്ചിക്ക് കൂട്ടുണ്ടായിരുന്നുള്ളൂ, ഇപ്പം എന്നെ വേണ്ടാലേ എന്നുള്ള പരിഭവമൊക്കെ അലീനയോട് പറയുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.